ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച വീഡിയോസാണ് നമ്മൾ ചെയ്യാറ്. നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം വീഡിയോൻ്റെ ആദ്യം പറയട്ടെ. അപ്പോൾ മേറ്റുമാരെ കൂലി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും നല്ല രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് ഇട്ടത്. ആരും നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ടില്ല. നമ്മൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്താൽ സാധാരണ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ പല തെറ്റായ പറഞ്ഞ വിവരങ്ങൾ ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിന് വരാത്ത സ്ഥിതി നിലവിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മെയ് 15 വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലരും പല നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഫണ്ട് അയച്ചതിൻ്റെ ഡീറ്റെയിൽസാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ നിങ്ങളുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്ര രൂപ അയച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നാളെ മറ്റന്നാളൊക്കെ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരിക്കും മിക്കവാറും ഫണ്ടൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യത. അപ്പോൾ ഏകദേശം ഈ ആഴ്ച തന്നെ വരും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലവിൽ കിട്ടാനുള്ളതിൻ്റെ എന്താ പറയുക 44% ഒറ്റാണ് ഫണ്ട് റിലീസാക്കിയിട്ടുള്ളൂ. അപ്പം നിലവിൽ പഞ്ചായത്തിന് ലഭിക്കാനുള്ളത് അത് 1 രൂപ കിട്ടാനുണ്ടെങ്കിൽ 44 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരുടെയും മേറ്റിൻ്റെ കൂലി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. മേറ്റിൻ്റെ കൂലി മാത്രമല്ല നിലവിൽ നൽകിയിരിക്കുന്നത്, മെറ്റീരിയൽ തുകയും അതേമാതിരി സ്കിൽഡ് വിദഗ്ധ വേതനവും അതേമാതിരി സെമി സ്കിൽഡ് വേജസ്, അതായത് നിങ്ങളുടെ മേറ്റുമാരെ കൂലി അടക്കമുള്ള തുകയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ കിട്ടാനുള്ളതിൻ്റെ 44% മാത്രമേ തുക നൽകിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേറ്റുമാരെ കൂലിയൊക്കെ മൊത്തം കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും മേറ്റുമാർക്ക് കൂലിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൂടെ തന്നെ വർക്ക് പൂർത്തീകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും പഞ്ചായത്തിന് ഫണ്ട് വന്നിട്ടുണ്ട്. ഫണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ 30 ദിവസത്തിൻ്റെ കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീടിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പൈസ കിട്ടിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 30 പണീൻ്റെ പൈസ കിട്ടിയില്ല. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ പഞ്ചായത്തുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യത്തെ കൂലിയിൽ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നൊന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾ. അപ്പം ബാക്കി എന്താ പറയുക, 1 ദിവസത്തോ 2 ദിവസത്തോ ഒക്കെ പൈസ കിട്ടാനുള്ളവർ ചിലപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും അത് ജൂലൈൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഫണ്ട് മൊത്തം നിലവിലുള്ള പദ്ധതി പ്രകാരം ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ VBG റാംജി എന്ന പദ്ധതിയിലേക്ക് മാറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഫണ്ടുകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ഫണ്ടുകൾ പെൻഡിങ് ഒക്കെ ഉള്ളത് കൊടുത്തു തീർക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കിട്ടാത്തവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ അവർക്ക് ബാക്കിയുള്ള ഫണ്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിനി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ളവർ മാത്രം നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് 30 ദിവസത്തൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നിലവിൽ നൽകുന്നതാണ്. അപ്പോൾ എന്താ പറയുക, മേറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ കൂലി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർ നമ്മൾ വീഡിയോൻ്റെ താഴെ പറയുന്നത് NMS ആപ്പിൽ റൂട്ടഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് പലരും നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഫോൺ റൂട്ടഡ് ഡിവൈസ് കാനോട്ട് വർക്ക്ഡ് എന്നിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങളെ ഡെവലപ്പർ ഓപ്ഷന് നിലവിൽ എനേബിൾ ആയിരിക്കും, അതായത് അത് ഡിസേബിൾ ആക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഈ റൂട്ടഡ് ഡിവൈസൊക്കെ അത് ഡെവലപ്പർ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ മാത്രമേ നിലവിൽ NMS ആപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ലൊക്കേഷന് മാറ്റാനൊക്കെ സാധിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു ഡെവലപ്പർ ഓപ്ഷന്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ NMS ആപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിൽ നിൽക്കുന്ന സ്ഥലവും അതേപോലെ നിങ്ങൾ എന്താ പറയുക, വേറൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ NMS എടുക്കേണ്ട സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ആക്കി തീർത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെവലപ്പർ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ NMS ആപ്പ് വർക്ക് ചെയ്യുള്ളൂ എന്ന്
കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂട്ടഡ് ഡിവൈസ് കാനോട്ട് വർക്ക് ഇടുന്ന അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷന് ഡിസേബിൾ ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ നോക്കി. പല ഫോണിലും പല മെത്തേഡിലാണ് ആ ഡെവലപ്പർ ഓപ്ഷൻ ഡിസേബിൾ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പം സെറ്റിങ്സ് പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ സെർച്ച് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, വേറെ ആരെങ്കിലും ഫോണിൽ നല്ല ഉപയോഗിക്കുന്ന ആളെ ഡെവലപ്പർ ഓപ്ഷന് ഒന്ന് ഡിസേബിൾ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ റൂട്ട് ഡിവൈസ് എന്ന് കാണിക്കുന്ന ഡെവലപ്പർ ഓപ്ഷൻ്റെ പ്രശ്നം കാരണം. അതേപോലെ തന്നെ NMS ആപ്പിൽ ഫോട്ടോ ക്യാപ്ചർ ആവാത്ത പ്രശ്നമുണ്ട്. ഫോട്ടോ നിലവിൽ എന്താ പറയുക, ഫോട്ടോ ഇൻറ്റു വരിക, അല്ലെങ്കിൽ എന്താ പറയുക മിസ്മാച്ച് കാണിക്കുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് നിലവിൽ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിൻ്റെ ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കിട്ടാത്ത സ്ഥിതി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകൂടി ഒരു EKYC ചെയ്യുക. നിലവിൽ ആ വ്യക്തിൻ്റെ മാത്രം EKYC ചെയ്യുക. എന്നതിന് ശേഷം മസ്റ്റോ ഡൗൺലോഡ് ചെയ്യുക. ഈ EKYC ചെയ്തതിന് ശേഷം കേട്ടോ മസ്റ്റോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ മസ്റ്റോ ഡൗൺലോഡ് ചെയ്ത് EKYC ചെയ്തിട്ട് കാര്യമില്ല. EKYC ചെയ്തതിന് ശേഷം മാത്രം മസ്റ്റോ ഡൗൺലോഡ് ചെയ്യുക. എന്നതിന് ശേഷം ഒന്നും കൂടി എടുത്ത് നോക്കുക. ഇത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്താലായിരിക്കും ചിലപ്പോൾ വരിക. പിന്നെ ഇങ്ങനത്തെ ഓപ്ഷനിൽ നിങ്ങൾ എന്താ പറയുക, ആ മസ്റ്റോൾ തീരെ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ 10 പേരിതാണ് വരുന്നതെങ്കിൽ അതിൽ 9 പേര് 9 ആൾക്കാർക്ക് കിട്ടി, ഒരാളതാണ് കിട്ടാത്തത്. അപ്പോൾ എഡിറ്റ് പോയി ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചാൽ എഡിറ്റ് പോയാൽ ചിലപ്പോൾ എഡിറ്റ് പോയി ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രയാസം നേരിടും. സേവ് ആവാൻ കുറേ സമയമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 9 പേര് ഇങ്ങനെ കിട്ടിയെങ്കിൽ 10ാമത്തെ ആളത് കിട്ടുന്നില്ലെങ്കിൽ മിസ്മാച്ചൊക്കെ കാണിക്കുകയാണെങ്കിൽ 1-2 വട്ടം ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മിസ്മാച്ചാണ് കാണിക്കുന്നതെങ്കിൽ മാത്രം ആ മസ്റ്റോൾ നിങ്ങൾ ഓൾറെഡി ബാക്ക് അടിച്ച് പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ നിലവിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ 9 ആൾക്കാർ സേവ് ചെയ്ത് വെച്ച് എഡിറ്റ് പോയിട്ട് ചെയ്യുമ്പോഴാണ് നിലവിൽ കിട്ടാത്ത സാഹചര്യം വരുന്നത്. തീരെ കിട്ടുന്നില്ല എന്നുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നിലവിൽ എന്താ പറയുക ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് പോയിട്ട് ഒന്നും കൂടി EKYC ചെയ്ത് മസ്റ്റോ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നിലവിൽ ചെയ്ത് വെച്ച മസ്റ്റോളുകളൊക്കെ നിങ്ങൾ മസ്റ്റോ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ മസ്റ്റോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും വേറെ പ്രയാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അതിച്ച് ബാക്കിയുള്ള മസ്റ്റോളും മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ NMS ആപ്പിൽ ആകെ ഇത്ര ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഒന്ന് റൂട്ട് ഡിവൈസും മിസ്മാച്ചും കാണിക്കുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുക, അതിൽ മസ്റ്റോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളോട് പഞ്ചായത്ത് നിങ്ങൾക്ക് മസ്റ്റോൾ മാപ്പ് ചെയ്ത് തന്നാൽ മാത്രമേ അവിടെ മസ്റ്റോൾ നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് കോഡ് മാപ്പ് ചെയ്ത് തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിന് പഞ്ചായത്തിൽ നിന്ന് മാപ്പ് ചെയ്യിച്ച് മേടിക്കണം. അതും കുറേ പേര് ചോദിക്കുന്നുണ്ട്, മസ്റ്റോൾ ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഈ ലൊക്കേഷൻ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ NMS ആപ്പ് എന്താ പറയുക, ഫോണൊന്ന് ഓഫാക്കി ഓണാക്കി നോക്കുക. ഫസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതിലും ഒരു എന്താ പറയുക മീറ്റർ കുറയോ കൂടുകയോ ചെയ്യുന്നില്ലെങ്കിൽ, കുറയുകയാണെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നോക്കുക. ഒരേ സെയിം ലൊക്കേഷൻ തന്നെ ഒറ്റ മാറ്റവും ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. ലൊക്കേഷൻ മാറുന്നില്ലെങ്കിൽ മാത്രം ഒരേ ലൊക്കേഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി വെക്കുക. മൂന്നാമത് മാത്രം NMS ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ NMS ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ OTP യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഓർത്ത് വെക്കണം. ഓൾറെഡി സേവ്ഡ് ആണ്, ചിലപ്പോൾ അതിൽ വന്നുകൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അറിയുമെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.